84 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്ന വേദഭാഗം, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയാലും അവർ അതിനെ ജലാശയമാക്കി തീർക്കും. ഈ വചനം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന ഒരു താഴ്വരയാണ് കണ്ണുനീരിന്റെ താഴ്വര. ആ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കുന്ന ദൈവത്തെ ഇന്ന് പകൽ ഞങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു തുള്ളി ബ്ലഡ് കൊടുത്താൽ ഒക്കെ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് പറയുന്ന ടെക്നീഷ്യന് കണ്ണുനീരിനെ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവമുമ്പാകെ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീര് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ദൈവത്തിനറിയാം. ദൈവം അതിന് മറുപടി നൽകി സഹായിപ്പാനിടയായിത്തീരും. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനെ അനുഗ്രഹിക്കുന്ന ദൈവം, നാം ആ ഭാഗത്ത് വായിക്കുന്നു, മുൻമഴയാൽ അതിനെ അനുഗ്രഹിക്കുന്നു. മുൻമഴയാൽ അനുഗ്രഹിക്കുന്ന ദൈവം താങ്കളുടെ പ്രശ്നത്തിന്, താങ്കളുടെ വിഷയത്തിന്, താങ്കളുടെ കുടുംബത്തിന്, താങ്കളുടെ തലമുറയുടെ കാര്യങ്ങൾക്ക് മറുപടി നൽകി അനുഗ്രഹിപ്പാനായിട്ട് മതിയായവനാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ കരയേണ്ടിയതായ അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെതായ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ ഞങ്ങളെ വിടുവിച്ച ആ ദൈവ സാന്നിധ്യമാണ് ഞങ്ങൾ ഇന്നും നിലനിർത്തുവാൻ പര്യാപ്തമായിരിക്കുന്നത്. വേദപുസ്തകത്തിൽ കരഞ്ഞതായി ഒത്തിരി പേരെ കാണുവാനായിട്ട് കഴിയും. അവിടെ കരച്ചിലിന്റെ ശബ്ദം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും, അവർ കരയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മറ്റാർക്കും അറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും, കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന നല്ലൊരു കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതേ തിരുവചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു കർത്താവ്. സ്നേഹിത, അതിന്റെ സമയം സമാഗതമായിരിക്കുക. താങ്കളുടെ കണ്ണുനീർ എന്നും 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 മുൻപോട്ട് പോകാതെ അതിനെ മാറ്റുന്ന, കണ്ണുനീരിനെ തുടയ്ക്കുന്ന സർവശക്തനായ കർത്താവ് താങ്കളുടെ കണ്ണുനീരിന് മറുപടി നൽകി